ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ധൈര്യമായിട്ട് ചെയ്യും മോനെ, ഒരു കുഴപ്പവും വരില്ല. ആ ഓക്കെ മുത്തശ്ശി, ഞാൻ ഏറ്റു. രാധിക, വെറും ആശ്രമ ജീവിതം മാത്രമല്ല ഇവിടെ, എല്ലാവർക്കും തൊഴിലും ഉണ്ട്. എവിടെ? ആശ്രമത്തിന്റെ കീഴിൽ 1-2 നെയ്ത്തുശാലകളുണ്ട്. പാലും വെണ്ണയും നെയ്യും ഉൽപ്പാദിപ്പിക്കുന്ന ഫാമുകളുണ്ട്. നമ്മൾ ജോലിയെടുക്കാൻ തയ്യാറാണെങ്കിൽ അവിടേക്ക് പോവാം. അതും മാധവസേവ തന്നെയാ. നാളെ മുതൽ എനിക്കും പോകാൻ പറ്റുമോ? ഇല്ല, രാധിക ഇപ്പൊ പരീക്ഷണ കാലത്തിലല്ലേ. അതിനുശേഷം കൃത്യമായ തീരുമാനമായിട്ട് സ്വാമിയോട് പറയാം. ഗാഥ, നിർമ്മൽ, എല്ലാരും ഇങ്ങോട്ട് വരൂ. അതെ, ഇന്നു മുതൽ ഇവിടെ പുതിയൊരാളും കൂടെ ഉണ്ട്. ചേച്ചിയുടെ പേരെന്താ? രാധിക. ഇവരൊക്കെ പഠിക്കുക. ഗാഥ സ്കൂൾ ടോപ്പറാ. എന്തൊക്കെയാ നിങ്ങളുടെ പേര്? എന്റെ പേര് നിർമ്മൽ. ഞാൻ ആദി. എന്റെ പേര് ഹരി. ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവും. ചേച്ചി ഞങ്ങളെ പോലെ അനാഥയാണോ? എന്താ മക്കളെ ഈ ചോദിക്കുന്നേ? സ്വാമി പറഞ്ഞിട്ടില്ലേ, ആരും അനാഥരല്ല, എല്ലാവരും ദൈവത്തിന്റെ മക്കളാ. ഇത്തരം ചോദ്യങ്ങളൊന്നും പാടില്ല കേട്ടോ. ആ, എല്ലാവർക്കും ഞാൻ സ്വീറ്റ്സ് തരാം. ദാ. ദാ. എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഇനി കളിക്കുമ്പോ ചേച്ചിയും കൂട്ടണം. ചേച്ചി കളിക്കാനൊക്കെ വരുമോ? പിന്നെ ഞാനും വരും. ഇപ്പൊ പോയി കളിച്ചോ. പൊക്കോ. താങ്ക് യു. ആ, കൊടുത്തോ. പാവം കുട്ടികളാ, അനാഥരെന്ന തോന്നലില്ലാതെയാ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ വല്ലപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് ഇതുപോലുള്ള ചോദ്യങ്ങളും ഉണ്ടാവും, ചില വിഷമങ്ങളും ഉണ്ടാവും. അനാഥരോട് സങ്കടപ്പെടരുതെന്ന് എത്ര പറഞ്ഞാലും അവരുടെ ഉള്ളിലൊരു വേദന ഉണ്ടാവും. ഹൃദയം കുത്തിപ്പറിക്കുന്നൊരു വേദന. അമ്മേ, എന്താ? ദേവേട്ടന്റെ അവസ്ഥ കാണുമ്പോ പേടിയാവും. ഒരുപക്ഷെ രാധിക മോള് വന്ന് വിളിച്ച ദേവേട്ടൻ. ഇത്രയും നേരം നീ ആലോചിച്ചോണ്ടിരുന്ന ഇതാണോ? വിളിക്കാനും കണ്ടെത്തിക്കൊണ്ടുവരാനും ഒന്നും നിക്കണ്ട. അങ്ങനെ ഒരുത്തി ചത്തുപോയെന്ന് അങ്ങ് കരുതിയാ മതി. മനസ്സിലായോ?